എക്സസൈസും പ്രിയമുള്ളവരെ, നന്മ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഒരു ലോകാരോഗ്യ സംഘടനയുടെ ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് നല്ല സന്തോഷമുണ്ട്. ആരോഗ്യം അതാണല്ലോ, ആരോഗ്യം സർവ്വധനാൽ പ്രധാനം, ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ പറയാറ്. അപ്പം അതുകൊണ്ട് തന്നെ ആരോഗ്യത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്ര കാലം ജീവിക്കുക എന്നുള്ളതല്ല, അതിനേക്കാളുപരി ആരോഗ്യത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആരോഗ്യത്തോടുകൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം വേണം. ഇതേപോലുള്ള ആദ്യമായിട്ട് നമ്മുടെ അയൽക്കൂട്ടത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളിതിൽ നടക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കുറെ ആൾക്കാർ കടിച്ചു പിടിച്ചുള്ള ശ്വാസം പിടിച്ചിട്ട് ആരും കാണിക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടാവും, അതെല്ലാം അതിന്റെ ആവേശത്തിന്റെ ഭാഗമാണ്. എന്നാലും ഈ ഓളം എന്താ പറയാ, നമ്മൾ തേനീച്ച കൂട് പോലെയാണ്. നമ്മളൊന്ന് എറിയാണെങ്കിൽ അത് പുറത്തിറങ്ങിയാൽ അങ്ങേയറ്റം അതിനെന്താ പറ്റുന്നെല്ലാം ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കൂട്ടം. ഫസ്റ്റ് എനിക്ക് തോന്നിയത് പറയുമ്പോൾ എല്ലാവരും ഇത് വേണോ വേണ്ട എന്നുള്ള വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് ഇറങ്ങി കിട്ടിയാൽ ഭയങ്കരം എന്താ പറയാ, മനസ്സിന് സന്തോഷവും കുളിർമയാകുന്ന ഒരുപാട് വ്യത്യസ്തമായ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പരിശീലനങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് വ്യൂ കണ്ടിട്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയ സമയത്ത് ഞാൻ കണ്ടത് ആരും ചെറുപ്പക്കാരില്ല. എനിക്കൊരു ആശങ്ക വന്നു. അപ്പോ അതിൽ എന്റെ ഏജുള്ള ആൾക്കാരാണ്, പക്ഷെ എന്റെ ഏജ് ഞാൻ പറയൂല, എന്റെ ഏജുള്ള ആളാണ് ഫസ്റ്റ് വാങ്ങിച്ചത്. രണ്ടാമത്തെ അത് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. സുരേഷ് സാർ പറഞ്ഞതുപോലെ ഇവിടെ ഒരു മ്യൂസിക്കൽ വെച്ചിട്ട് എയറോബിക് എക്സസൈസുകൾ കാണാറുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറം നിങ്ങളൊരു കൂട്ടായ്മ ഉണ്ടല്ലോ, അത് ആ ഒരു ഫിറ്റ്നസിന്റെ അവര് നടത്തുന്ന ടൂർ പോക്കും ആ എക്സസൈസ് കണ്ടിട്ട് ഒരു അസൂയപ്പെട്ട ആളാണ് ഞാൻ. അതേപോലെ നിങ്ങൾ ഈ കൂട്ടായ്മ വളരെ ഗംഭീരമായ പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ആരോഗ്യ ദിനത്തിൽ നടത്തിയ ഈ ഒരു പരിപാടി എല്ലാവിധ ആശംസകൾ നൽകുകയാണ്. വ്യക്തിത്വങ്ങള്, നന്മ വെൽഫെയർ സൊസൈറ്റി അംഗങ്ങള്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. BMW സാരഥി പറഞ്ഞതുപോലെ തന്നെ തടിയും വണ്ണമൊക്കെ വെച്ച് എക്സസൈസ് ഒന്നും ചെയ്യാത്ത എനിക്ക് പറയാൻ വലിയ അർഹതയൊന്നും ഇല്ല. എന്നാലും നിങ്ങളുടെയൊക്കെ ആവേശം കണ്ടപ്പോൾ രണ്ടു വാക്ക് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തിന് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ദിവസത്തെ ആരോഗ്യ ദിനമായിട്ട് പറയുന്നത്. ആരോഗ്യത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് മുൻകഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ എല്ലാവരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ. ആരോഗ്യം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ എത്തിയ മുഴുവൻ സഹോദരന്മാരും, നമ്മുടെ ഈ പരിപാടി ലോകാരോഗ്യ ദിനത്തിന്റെ ഭാഗമായിട്ട് സംഗമം കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച ഈ പരിപാടി വളരെ ഗംഭീരമായി സമാപിക്കുകയാണ്. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത, പ്രത്യേകിച്ച് നടത്ത മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരിമാരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മളൊക്കെ ഒരുപാട് കാലമായി സ്റ്റേഡിയത്ത് രാവിലെ വരുന്നവരാണ്. അപ്പോൾ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഒരു ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഈ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി മാറ്റിവെക്കണം. കാരണം ഏറ്റവും വലിയ സമ്പത്ത്. വളരെയധികം അഭിനന്ദിക്കുകയാണ്. ഇതൊരു തുടക്കമാവട്ടെ. കുറെ ആളുകള് മത്സരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഗ്രൗണ്ട് ചുറ്റിയതെന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, ഇനി മുതൽ എന്നും വന്നിട്ട് എക്സസൈസ് ചെയ്യാനുള്ള ഒരു തുടക്കമായിട്ട് ഇത് മാറട്ടെ. അയൽക്കൂട്ടത്തിന്റെ കൂട്ടം തന്നെ ഇവിടെയുണ്ട്. നമ്മളെല്ലാവരും ഇതുപോലെ പങ്കെടുക്കാൻ കാണിച്ച ഒരു തയ്യാറെടുപ്പ് ഞങ്ങളെല്ലാവരും അഭിനന്ദിക്കുന്നു. പലരും ഇന്ന് ഇവിടുന്ന് ഒരു റൗണ്ട് ഓടിയവരായിരിക്കും. അവരുടെ എനർജി അവർക്ക് തന്നെ അറിയാം ഇപ്പോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നേരത്തെ മുമ്പുടെ സൂചിപ്പിച്ചു, പൂമ്പാറ്റങ്ങളെ പോലെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. രാവിലെ വന്നാലേ അതിന്റെ ഒരു ആനന്ദം മനസ്സിലാവുള്ളൂ. വരാൻ പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് ആരോഗ്യത്തിലേക്കുള്ള ഒരു നടത്തം എന്ന നിങ്ങളെ കാര്യം പൂർത്തീകരിക്കണം. പറ്റാത്തവർ വീടുകളിൽ നിന്നും ഓരോ ജോയിന്റും ഒരു 25 പ്രാവശ്യം ചലിപ്പിച്ചാൽ ഇതിന്റെ ഒരു ഭാഗം തന്നെ ആകും. അതിന് നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് പറ്റുന്നവർ വീട്ടിൽ, അല്ലെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുന്നവർ ഇവിടെ നിന്ന് ചെയ്യാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സത്യം പറഞ്ഞാല് വളരെയധികം സന്തോഷം തോന്നുന്നു. നമ്മുടെ ആൾക്കാർ വന്ന് സ്പോർട്സിൽ പങ്കെടുക്കുക. പലപ്പോഴും നമ്മളിവിടെ കാണുമ്പോൾ വളരെ ബാക്കോട്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട് ലൈനിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതിലൊരു ഇനീഷ്യേറ്റീവ് ഇന്നലെ താജുദ്ദീൻ മറപ്പ് അറിഞ്ഞത് ഇങ്ങനെ അയൽക്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതെന്താന്ന് പറഞ്ഞാൽ അക്ബർ പറഞ്ഞ പോലെ വീട്ടിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ എക്സസൈസ്, നമ്മളെ കാഫ് മസിൽസ് ഉണ്ടല്ലോ, അതൊന്ന് ബിൽഡ് ചെയ്യാം. നമ്മളെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറഞ്ഞത് ഇപ്പം
നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയെല്ലാം പല ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവും. പക്ഷേ ഇതൊരു സിസ്റ്റമായിട്ട് റെഗുലറായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യാം. നമ്മൾ വീട്ടിലെ കുട്ടികളിലൊക്കെ ഈ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ തന്നെ നമുക്ക് ഒരുവിധ രോഗങ്ങളിൽ നിന്നെല്ലാം മാറ്റം കിട്ടും. ഇപ്പോൾ ഇന്നലെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ പറഞ്ഞിരുന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയും നിങ്ങൾ അരിഭക്ഷണം കുറക്കണം, ബാക്കിയുള്ളത് കുറക്കണം എന്ന് പറയും. സംരക്ഷിക്കാൻ വേണ്ടി നന്മ വെൽഫെയറും കൂട്ടായ്മയൊക്കെ കൂടിയിട്ട് ചെയ്യുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം ഇതിനൊരു ഭാഗവാക്കാകാൻ TMWA ഫൗണ്ടേഷന് കഴിഞ്ഞു എന്നത് ഒരു സന്തോഷമാണ്. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങൾക്കെല്ലാ സഹായ സഹകരണങ്ങളും അതോടൊപ്പം ഞങ്ങൾ തിരിച്ചും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ലുലു സ്റ്റാർ